ഇന്ന് നമുക്ക് ഒരു ബ്രസീലിയൻ ലൈം ഉണ്ടാക്കാം. അതിൽ ഒരു നാടൻ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. വീഡിയോ അവസാനം വരെ കാണണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കുക, നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നാരങ്ങയിലെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയായതിനു ശേഷം നമ്മളിങ്ങനെ തന്നെ പിഴിഞ്ഞു കൊടുക്കുക. ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു ഗ്ലാസ്സാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നാരങ്ങ നീരെടുക്കുക, ഒരു നാരങ്ങ എടുക്കുക, അതിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക. മിക്സിയുടെ ജാർ എടുക്കുക, മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുതിന ഇല ഇടുക, നാരങ്ങ നീര് ഒഴിക്കുക. നാരങ്ങ നീര് പിഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ കുരുവൊന്നും പെടാതെ നോക്കണം കേട്ടോ. കുരു പെട്ട് കഴിഞ്ഞാൽ നല്ല കയ്പ്പ് വരുള്ളൂ. അതിനുശേഷം നമുക്ക് കണ്ടൻസ് മിൽക്ക് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിരുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. അത് അരച്ചെടുത്തതാണത്. ബ്രസീലിയൻ ലൈം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞൊരു ട്വിസ്റ്റ് ഇല്ലേ, അത് ഇതാണ് കേട്ടോ, നാടൻ നന്നാരി. ഇതിനി നന്നായിട്ടൊന്ന് ശേഷം നമ്മുടെ ഐസ് ക്യൂബ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് തണുപ്പ് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തണുപ്പ് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ബ്രസീലിയൻ ലൈം വിത്ത് നാടൻ ട്വിസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.